ഹായ് ഗൈസ്, ഇന്ന് എനിക്കൊന്ന് ടൗണിൽ പോകണം. അപ്പോൾ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, വലിയ ഇതൊന്നും ചെയ്യുന്നില്ല. കാരണം എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിലാണ് പോണത്, ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണം. പിന്നെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം വാങ്ങിക്കാനുണ്ട്. അതായത് കർക്കിടക മാസമല്ലേ, അപ്പോൾ എനിക്കൊരു രാമായണത്തിൻ്റെ ബുക്ക് വാങ്ങിക്കാനുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ട്, അത് ഗദ്യമാണ്. എനിക്ക് പദ്യമാണ് വേണ്ടത്. അപ്പോൾ അതൊരെണ്ണം വാങ്ങണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. സമയമില്ല, 4 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. വാസുകി വരും, അപ്പോൾ അവളെയും കൂടെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ. അപ്പോൾ സിമ്പിൾ സംഭവം, വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് ഇതാണ് ഗൈസ്, ഇതാണ് ഡ്രസ്സ്. ഇനി നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഹെയർ എങ്ങനെയാ സെറ്റ് ചെയ്യണ്ടേ എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ ക്യാമറ നോക്കിയിട്ട് ചെയ്യാനും പറ്റില്ല. ജസ്റ്റ് കോമ്പ് എടുക്കട്ടെ ഗൈസ്. ജസ്റ്റ് സിമ്പിളായിട്ടാട്ടോ കിട്ടുന്നുള്ളൂ, വലിയ ആർഭാടൊന്നും കാണിക്കുന്നില്ല. സാധാരണ ഞാൻ കോമ്പ് ചെയ്യാറില്ല. കോമ്പ് ചെയ്യുന്ന ചുമ്മാ സിമ്പിളായിട്ടേ ചെയ്യാറുള്ളൂ. അങ്ങനെ ടൈ ചെയ്യാം അല്ലേ? ഓക്കെ, സെറ്റ്. അതിൽ ടൈ ചെയ്യാനുള്ള എടുത്തില്ല ഗൈസ്. അത് ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു പോണിട്ടയിലല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുന്നുള്ളൂ. ടൈമില്ല ഗൈസ്, അതാണ് സംഭവം. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ടൈം എന്നെ അനുവദിക്കുന്നില്ല. സോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മുടി കെട്ടി ഡ്രസ്സ് മാറി. അയ്യോ, വാച്ച് കിട്ടിയില്ല. സോറി ഗൈസ്, ഞാൻ വാച്ച് കിട്ടിയില്ല. വാച്ച് കിട്ടി ചേട്ടാ. റെഡി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. കണ്ണെഴുതാറുണ്ട്, കണ്ണൊന്നും ഇടണ്ടെന്നാണ് എൻ്റെ ഒരു സംഭവം. എന്താ വെച്ചാൽ എന്തായാലും കണ്ണെന്ന് വെള്ളം വരും റെഡി ചെയ്യുമ്പോൾ. പിന്നെ എന്തിനാ അതെല്ലാം ഇടുന്നത്? അപ്പോൾ ഓക്കെ, എൻ്റെ സിന്ദൂരം വല്ലാണ്ട് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഞാൻ കുളിച്ചപ്പോൾ വെച്ചാട്ടോ, പിന്നെ ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ബാക്ക് ഇങ്ങനെയായിട്ടുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണ് സിമ്പിൾ സംഭവം ആദ്യം പറഞ്ഞത്. അപ്പോൾ രണ്ട് കാര്യമാണ് എനിക്കുള്ളത്. ഒന്ന് റെഡി ചെയ്യണം, രണ്ടാമത് ബുക്ക് വാങ്ങണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്നത്തേക്കായിട്ട് എടുത്തു വെച്ചാട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അതെന്താ, ഞാൻ രാമായണം വായിക്കുന്നുണ്ട്. രണ്ടു കൊല്ലമായിട്ട് ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഇവിടെ ഉള്ളത് ഗദ്യയാണ്, പഴയതാണ്. അപ്പോൾ അതെനിക്ക് 2 ബുക്ക് ഉണ്ട്, അത് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പദ്യമാകുമ്പോൾ ഒരു ബുക്ക് ഒറ്റൊരു ബുക്കായിട്ടുള്ളതില്ല, അത് വാങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് എന്താ പറയേണ്ടത് പോലും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് വാങ്ങിക്കേണ്ടത് എനിക്ക്. അപ്പോൾ കർക്കിടക മാസത്തിൽ കഴിഞ്ഞ പോലെ വിചാരിച്ചാണ് വാങ്ങിക്കണത്. കർക്കിടക മാസത്തിൽ തന്നെ ഈ 30 ആഴ്ചയിൽ വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല ദിവസം നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 30 ആഴ്ചയിൽ തന്നെ വാങ്ങിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും 30 ചൊവ്വാഴ്ച തന്നെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തേക്കായിട്ട് ഞാൻ എടുത്ത് വെച്ചത്. ഇന്നലെ എനിക്കതൊക്കെ പറ്റി വാങ്ങായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ എനിക്ക് 30 വെള്ളിയാഴ്ചയായിരുന്നു പിന്നത്തെ ദിവസം. അതെനിക്ക് പറ്റിയില്ല, എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം എനിക്ക് പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും എനിക്ക് വാങ്ങണം, കഴിഞ്ഞില്ല. ഇനി വ്യാഴാഴ്ച വരെയല്ലേ ഉള്ളൂ 30 ആഴ്ച, അപ്പം തന്നെ വാങ്ങണം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഇനി വാസുകി വന്നിട്ട് വാസുകിനെയും റെഡി ആക്കിയിട്ട് പോകണം. ലിപ്സ്റ്റിക്കും ലിബാമൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. 90% അപ്പോൾ വാസുകിനെയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കഴിഞ്ഞു പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, എൻ്റെ കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. സിമ്പിളാണ്. അപ്പം ഞാൻ റെഡിയായി. ഇനി വാസുകി വന്നിട്ടുണ്ടെങ്കിൽ, വാസുകി വരാറായി, വാസുകി വന്നിട്ടുണ്ടെങ്കിൽ അവളെയും കൂടെ റെഡിയാക്കിയിട്ട് എനിക്ക് പോകണം. അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.